വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പം എൻ്റെ ഫാമിലുള്ള പോത്തുകളുടെ വീഡിയോ ആണ്. ദിവസം നമ്മൾ പാടത്തേക്ക് ഇങ്ങനെ നോക്കാൻ പോകുമ്പോൾ നമ്മൾ ദിവസം എടുക്കുന്ന വീഡിയോകളാണ് നിങ്ങൾക്ക് ഇടണത്. ഇപ്പം എല്ലാവർക്കും ഇപ്പം എൻ്റെ പോലെ 120 പോത്തുണ്ട്. എനിക്ക് ഇത്രയും പോത്തുകളെ എല്ലാവർക്കും വളർത്താൻ പറ്റിക്കോളണമെന്നില്ല. പിന്നെ എല്ലാവർക്കും ഇത്ര പോത്തിനെ നോക്കാൻ പറ്റിക്കോളണമെന്നില്ല, വാങ്ങാൻ പറ്റിക്കോളണമെന്നില്ല, ഇതൊക്കെ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഒരുപാട് പേര് ഇഷ്ടം പോലെ കഴിവുള്ളവർ ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഒരുപാട് വിഷമങ്ങളിൽ പെട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്ത് ചെയ്യാനായിട്ട്. ഒരുപാട് സ്ത്രീകൾ, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് പിന്നെ ഒരു പരിധിയില്ലല്ലോ, എന്ത് ജോലി വേണമെങ്കിൽ എടുക്കാം. സ്ത്രീകൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. കല്യാണം കഴിഞ്ഞ ഭർത്താവ് സമ്മതിക്കണം, എല്ലാവരും സപ്പോർട്ട് വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് കഴിവുള്ളവരും ഒരുപാട് ആഗ്രഹമുള്ളവരൊക്കെ ഇപ്പോൾ വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കണം ഇപ്പോഴും ഉണ്ട് ഒരുപാട്. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ മനസ്സിനൊരു എന്തെങ്കിലും ഒരു എനർജി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോയും ഇടണത്. ഇപ്പം എൻ്റെ ബിസിനസ് തന്നെ ചെയ്തോളണമെന്നില്ലല്ലോ. ഇങ്ങനെ ഞാനൊരു ബിസിനസ് ചെയ്ത് നിൽക്കുമ്പം അതിൻ്റെ പിന്നിൽ ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു ബിസിനസ്സിനെ പറ്റി അറിയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് കുറവുള്ളത് ഒരുപാട് പേർക്ക് അതൊരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ഇടണത്. പിന്നെ എൻ്റെ പോത്തിൻ്റെ വീഡിയോ കാണിക്കണത് എന്താ വെച്ചാൽ, എനിക്ക് ഒരു ഫാമാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പോത്തിൻ്റെ വീഡിയോ കാണിക്കണത്. പിന്നെ എനിക്കൊരു കടയാണുള്ളത്, ആ കട എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ പോത്തുകളുടെ വീഡിയോ ആണ്, എനിക്കൊരു ഫാമാണുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൽ കൂടെ എല്ലാവർക്കും ഈ ഫാം തുടങ്ങാൻ പറ്റണമെന്നില്ല. അപ്പോൾ ചെറിയ കാര്യങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുമായിരിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ഒരുപാട് പേര് വീടിൻ്റെ ഉള്ളിൽ കഴിയുന്നുണ്ട്. എനിക്കറിയാം ഒരുപാട് പേരെ, അവരെ കുറച്ച് പേരെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. പിന്നെ പോത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് പോത്തിനെ കുറിച്ച് മാത്രം പറയാനല്ല ഞാൻ വന്നേക്കണത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഫാം ഉള്ള ആൾക്കാരുണ്ട്, പോത്തുകൾ സെയിലുള്ള ആൾക്കാരുണ്ട്, അവരുടെ വീഡിയോ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പോത്തിനെ ഞാൻ ഇപ്പോൾ വിൽക്കണില്ല, ഇപ്പോൾ സെയിലില്ല, ചെറിയ പോത്തുകളെ ഇറക്കണില്ല. ഇതൊക്കെ ഞാൻ പെരുന്നാൾക്കാണ് പകുതി കൊടുക്കണം, ഇപ്പോൾ കൊടുക്കണില്ല. ഞാൻ ചെയ്തു വന്ന വഴികളിലൊക്കെ പരാജയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയത് തുടങ്ങുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സാമ്പത്തികം തന്നെയാണ് മെയിൻ. സാമ്പത്തികമുള്ളവർക്ക് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കുറയുമായിരിക്കും. അപ്പോൾ ബിസിനസ് ചെയ്ത എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ ഇവിടെ എത്തണം. ഞാൻ മാത്രമല്ല, എന്നെക്കാളും കഷ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവരും പല വിധത്തിൽ കൂടെ എല്ലാവരും അവനവൻ്റെ അനുഭവങ്ങൾ ഒരുപാട് പേര് പങ്കുവയ്ക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഒരു എനർജി, മറ്റുള്ളവർക്ക് അതൊരു പാടാവാൻ, ഓരോരുത്തരുടെ അനുഭവം സ്വയം പാടാവണ പോലെ മറ്റുള്ളവർക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്. പുതിയതായി ബിസിനസ് തുടങ്ങുന്നവർക്ക് ഇപ്പോഴും ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ പലരുടെയും നല്ല പോയിന്റുകൾ ഞാൻ എടുക്കാറുണ്ട്. ഓരോരുത്തരുടെ ബിസിനസ്സിലത്തെ പരാജയങ്ങൾ കേൾക്കാറുണ്ട്, വിജയങ്ങൾ കേൾക്കാറുണ്ട്, അവരുടെ കഥകൾ കേൾക്കാറുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഇനിയും ഇനിയും ഒരു വിധത്തിലെത്തണമെങ്കിൽ ഞാനതൊക്കെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അല്ലാതെ ഞാനൊരു പോത്തിനെ, എനിക്ക് കുറച്ചധികം പോത്തുണ്ട്, ഞാനതിനെ നോക്കണു, അതിൻ്റെ സെയിലിൻ്റെ കാര്യം പറ്റി പറയണു, ഞാൻ എൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കണു. ഇത് മാത്രം ചെയ്യാനാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് മറ്റുള്ളവരോടത്തും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കും. എൻ്റെ വീട്, എൻ്റെ സ്വന്തം കാര്യം, എൻ്റെ കാര്യം മാത്രം എന്ന് ചിന്തിക്കണവർക്ക് വേറൊന്നും പറയാനുണ്ടാവില്ല. ഞാൻ 10ാം ക്ലാസ് വരെ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചേക്കണേ. ആ ചെറുതിലെ എന്നെ അവിടെ ഒരു കന്യാസ്ത്രീ എൻ്റെ അടുത്തൊരു സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ദിവസം വൈകുന്നേരത്തിനുള്ളിൽ ഒരു നന്മയെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നീ വൈകുന്നേരങ്ങൾ ഓർക്കണം. ഒരു നന്മ, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഒരു നന്മ ദിവസം ചെയ്തിരിക്കണം. നമ്മുടെ ചെറിയ മനസ്സിൽ നമുക്കങ്ങനെ പറഞ്ഞു തരുന്ന കാര്യം നമ്മളത് ചില കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല. ഞാനത് അന്ന് തുടങ്ങിയ ഇന്ന് വരെ അത് ഞാൻ പാലിച്ചിട്ടുണ്ട്. ചെറുതായിട്ടായാലും ഞാൻ വൈകുന്നേരം ഓർക്കും ഞാൻ എന്താ ചെയ്തതെന്ന്. പക്ഷേ എനിക്ക് അത് ഓർത്തപ്പോൾ കിട്ടാത്ത ദിവസങ്ങൾ, ഞാൻ എന്താ നന്മ ചെയ്തതെന്ന് ഓർത്തപ്പോൾ കിട്ടാത്ത ദിവസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കണേ, ഒരു ചെറിയ കാര്യം വരെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലേന്ന്. ഞാൻ തുടക്കത്തിൽ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ വ്യഗ്രതയോടുകൂടി ഓരോരുത്തർക്കും ചെറിയ കാര്യങ്ങളിങ്ങനെ പഠിപ്പിച്ചു തന്നു. ആ സിസ്റ്റർ പഠിപ്പിച്ചു തന്നതുപോലെ എന്തോ ഒരു കടമ പോലെ ഞാൻ ദിവസം ഇങ്ങനെ പേടിച്ചിട്ട് ചെയ്യിച്ചില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും അങ്ങനെ ഞാൻ ഓർത്തിരുന്നു. പിന്നെ നമ്മൾ ഓരോ ചവിട്ടുപടികൾ കടന്നപ്പോഴാണ് ചില ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്കൊന്നും കിട്ടാറില്ല. കാരണം ഞാൻ ഇടയിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സിസ്റ്ററിനെ കുറേ കാലത്തിന് ശേഷം ഞാൻ സ്കൂളിൽ പോയപ്പോൾ വീണ്ടും ഞാൻ കണ്ടു.
അത് വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെക്കൊണ്ട് പറ്റണ ഒരു ചെറിയ കാര്യം ഞാൻ എന്നും ചെയ്യും. ഞാൻ വൈകിട്ട് ഞാനത് ഓർക്കും. പിന്നെ എനിക്ക് ഈ വീഡിയോ ഇടുന്നതിൽ ഏറ്റവും സന്തോഷം പോസിറ്റീവായി തോന്നിയത്, ഞാൻ മുന്നേ കൂത്തുകുട്ടികളുടെ സെയിലുള്ള സമയത്ത് എൻ്റെ നമ്പർ വെച്ചിരുന്നു. അപ്പം 3 പേര്, 2 സ്ത്രീകളും ഒരു പുരുഷനും, 3 പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം, പഠിത്തം കഴിഞ്ഞിട്ടൊന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു മാസത്തോളമായി സംസാരിക്കുന്നുണ്ടായി. ഒരു സൂരജ്, ഒരു പ്രിയ, ഒരു അനു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ പേര് പറയുന്നു. അപ്പം അവർ 3 പേരും എന്നെ കോണ്ടാക്ട് ചെയ്യായിരുന്നു. ഇപ്പം 2 പേര് അതിൽ ചെറുതായിട്ട് ഓരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് ചെറുതായിട്ട്, ഒരു പെൺകുട്ടി ഒരു 5 ആടുംകുട്ടികളാണ് എടുത്തത്. പിന്നെ അവർ വേറെ 1-2 പ്ലാനിങ് ഉണ്ട്. അതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു. അതുമാതിരി 2 പേരും സ്റ്റാർട്ട് ചെയ്തു. ഒരാൾ മാത്രം അടുത്ത ആഴ്ച ചെയ്യാനുള്ള പരിപാടിയിൽ നിൽക്കുക. അപ്പം ഞാൻ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ അവരുടെ ഒപ്പം നിന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെൻ്റെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു, ചേച്ചി എന്തെങ്കിലും ഒരു ഒരു പോത്തുവിനെ വാങ്ങാനാണ് വന്നത്. ഞാൻ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് ഇപ്പോൾ ചെയ്യേണ്ട, ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തിരി കൂടുതലല്ലേ. അപ്പോൾ ആ 3 പേർക്കും പറ്റിയൊരു ബിസിനസ്. അങ്ങനെ അവർ സെപ്പറേറ്റ് ഇപ്പോൾ അവരുടെ വീടുകളിൽ 2 പേര് തുടങ്ങി, ഒരാൾ അടുത്ത ആഴ്ച തുടങ്ങും. അപ്പോൾ അതൊക്കെ എനിക്കൊരു സന്തോഷമാണ്. ഞാൻ അവരൊപ്പം നിന്ന്, കാരണം അവർ ഇവിടെ ഈ തൃശ്ശൂർ ജില്ലയിലുള്ളവർ തന്നെയാണ്. ഞാൻ 1-2 പ്രാവശ്യം പോയി, പിന്നെ ഫോണിൽ കൂടെ കോണ്ടാക്റ്റ് ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ചിലർക്കൊക്കെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ വിജയിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോ ഇടുന്നതും ഓരോ കാര്യങ്ങൾ പറയണതും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാം തികഞ്ഞ് നിൽക്കണവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല എൻ്റെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് എൻ്റെ അനുഭവങ്ങളും മറ്റുള്ളവരുടെ അനുഭവങ്ങളും അറിയണതും ഒക്കെ കൂടി ഞാൻ ഇടണു എന്നുള്ളൂ. സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും നന്ദിയുണ്ട്.